ഹലോ പ്രിയപ്പെട്ടവരെ, ടീച്ച് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കില് 4ാമത്തെ യൂണിറ്റിലെ ശാകുന്തളം എന്ന പ്ലേയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് എന്നിവയാണ് ഈ വീഡിയോയിലുള്ളത്. AI വോയിസാണ് വിവരണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുകയും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ സഹകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലില് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഷെയർ ചെയ്തുകിട്ടാനുവേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലില് ജോയിൻ ചെയ്യുക. ആദ്യം വൈൽ വി റീഡ് എന്ന ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആണ് നൽകുന്നത്. വൈൽ വി റീഡ് എ. ഫിയർ ഷ്രിങ്ക്സ് ടു ഹാഫ് ദ ബോഡി സ്മോൾ. എക്സ്പ്ലെയിൻ. ഭയം ശരീരം പകുതിയോളം ചുരുങ്ങാൻ കാരണമാകുന്നു. വിശദീകരിക്കുക. ഇറ്റ് മീൻസ് ദാറ്റ് വെൻ ദ ഡിയർ ഫീൽസ് അഫ്രെയ്ഡ്, ഇറ്റ്സ് ബോഡി സീംസ് ടു ഷ്രിങ്ക്. മാൻ പേടിക്കുമ്പോൾ അതിന്റെ ശരീരം ചുരുങ്ങുന്നതായി തോന്നുന്നു എന്നാണ് ഇതുകൊണ്ടർത്ഥമാക്കുന്നത്. ഇറ്റ് ബെൻഡ്സ് ആൻഡ് ബിക്കംസ് സ്മോൾ ആസ് ഇറ്റ് ട്രൈസ് ടു എസ്കേപ്പ്. രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത് കുനിഞ്ഞു ചെറുതാകുന്നു. ബി. ഐ ക്യാൻ ഹാർഡ്ലി കീപ് ഹിം ഇൻ സൈറ്റ്. വൈ ഡസ് ദ കിങ് സേ സോ? അവനെ എനിക്ക് കഷ്ടിച്ചേ കാണാന് കഴിയുന്നുള്ളൂ. രാജാവ് ഇങ്ങനെ പറയാൻ കാരണമെന്താണ്? ദ കിങ് സേസ് ദിസ് ബിക്കോസ് ദ ഡിയർ റൺസ് വെരി ഫാസ്റ്റ് ആൻഡ് ലീപ്സ് സോ ഹൈ ദാറ്റ് ഹി ക്യാൻ ഹാർഡ്ലി സീ ഇറ്റ്. മാൻ വളരെ വേഗത്തിൽ ഓടുകയും ഉയരത്തിൽ ചാടുകയും ചെയ്യുന്നതുകൊണ്ടാണ് തനിക്ക് അതിനെ കഷ്ടിച്ച് കാണാനേ കഴിയുന്നുള്ളൂ എന്ന് രാജാവ് പറയുന്നത്. സി. വാട്ട് ഈസ് ദി ടെൻഡർ ഫോം ഓഫ് ദ ഡിയർ കമ്പയർഡ് ടു? മാനിന്റെ മൃദുവായ രൂപം എന്തിനോടാണ് താരതമ്യം ചെയ്യുന്നത്? ദ ഹെർമിറ്റ് കമ്പയർസ് ദ ഡിയേഴ്സ് സോഫ്റ്റ് ബോഡി ടു ഡെലിക്കേറ്റ് ബ്ലോസംസ് ദാറ്റ് വുഡ് ഡൈ ഇൻ ഫയർ. മാനിന്റെ മൃദുലമായ ശരീരം തീയിൽ വെന്തുപോകുന്ന ലോലമായ പൂക്കളോടാണ് സന്യാസി താരതമ്യം ചെയ്യുന്നത്. ഡി. വാട്ട് ഈസ് ദ ഹെർമിറ്റ്സ് റിക്വസ്റ്റ് ടു ദുഷ്യന്ത? ദുഷ്യന്തനോടുള്ള സന്യാസിയുടെ അപേക്ഷയെന്താണ്? ദ ഹെർമിറ്റ് ആസ്ക്സ് ദ കിങ് നോട്ട് ടു കിൽ ദ ഡിയർ ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ടു ദ ഹെർമിറ്റേജ്. മാൻ ആശ്രമത്തിലെ അംഗമായതിനാൽ അതിനെ കൊല്ലരുത് എന്നാണ് സന്യാസി രാജാവിനോട് അപേക്ഷിക്കുന്നത്. ഇ. ദ ഹെർമിറ്റ്സ് റിഫർ ടു ദുഷ്യന്ത ആസ് എ ഷൈനിങ് എക്സാമ്പിൾ ഓഫ് കിങ്സ്. വൈ? സന്യാസിമാർ ദുഷ്യന്തനെ രാജാക്കന്മാരുടെ ഒരു തിളക്കമാർന്ന ഉദാഹരണം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? The hermits refer to Dushyanta as a shining example of kings because he obeys them and spares the deer. സന്യാസിമാരെ അനുസരിക്കുകയും മാനിനെ വെറുതെ വിടുകയും ചെയ്തതുകൊണ്ടാണ് സന്യാസിമാർ ദുഷ്യന്തനെ രാജാക്കന്മാരുടെ തിളക്കമാർന്ന ഉദാഹരണമായി വിശേഷിപ്പിക്കുന്നത്. എഫ്. What aspect of the king's character is revealed when he says, "We must not disturb the hermitage"? നമ്മൾ ആശ്രമത്തിന് ശല്യമുണ്ടാക്കരുത് എന്ന് രാജാവ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഏത് വശമാണ് വെളിപ്പെടുന്നത്? It shows that the king is gentle and respectful toward the peaceful life of the hermitage. ആശ്രമത്തിലെ ശാന്തമായ ജീവിതത്തോട് രാജാവിനുള്ള സൗമ്യവും ബഹുമാനമുള്ളതുമായ സമീപനമാണിത് കാണിക്കുന്നത്. ജി. Whose voice does the king hear, to the right of the grove? തോപ്പിന്റെ വലതുവശത്തുനിന്നും രാജാവ് ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? He hears the voices of Shakuntala and her two friends, Ansuya and Priyamvada. ശകുന്തളയുടെയും അവളുടെ കൂട്ടുകാരികളായ അനസൂയയുടെയും പ്രിയംവദയുടെയും ശബ്ദമാണ് അദ്ദേഹം കേൾക്കുന്നത്. എച്ച്. We shall not be working for a reward, says Priyamvada. What does she mean by this? നമ്മൾ ഒരു പ്രതിഫലത്തിനു വേണ്ടിയായിരിക്കില്ല പ്രവർത്തിക്കുക എന്ന് പ്രിയംവദ പറയുന്നു. ഇതുകൊണ്ട് അവൾ എന്താണുദ്ദേശിക്കുന്നത്? She means they are doing good without expecting any reward. ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ് തങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് അവൾ ഈ വാചകത്തിലൂടെ അർത്ഥമാക്കുന്നത്. I. Shakuntala feels that the mango tree is trying to tell her something. മാവ് തന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുവെന്ന് ശകുന്തളയ്ക്ക് തോന്നുന്നു. Do you think nature communicates with us? How? പ്രകൃതി നമ്മോട് ഈ വിധം ആശയവിനിമയം നടത്തുന്നുണ്ടോ? എങ്ങനെ? Yes, nature communicates through its sights and sounds, making us feel peace and joy. ഉണ്ട്. കാഴ്ചകളിലൂടെയും ശബ്ദങ്ങളിലൂടെയും പ്രകൃതി നമ്മോട് ആശയവിനിമയം നടത്തുന്നു. അത് നമ്മിൽ ശാന്തതയും സന്തോഷവും നിറക്കുന്നു. ജെ. The jasmine vine, the mango tree and Shakuntala blend in a unified image. മുല്ലവള്ളിയും മാവും ശകുന്തളയുമെല്ലാം ഒരൊറ്റ ചിത്രമായി ലയിക്കുന്നു. Have you come across works of art in which humans are depicted in harmony with nature? മനുഷ്യര് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നത് ചിത്രീകരിക്കുന്ന കലാസൃഷ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? List a few that you remember. ഓർമ്മയിലുള്ള ചിലത് എഴുതുക. Yes, we see this in pictures of Lord Krishna with cows and trees. ഉണ്ട്.
ശ്രീകൃഷ്ണൻ പശുക്കളോടും മരങ്ങളോടുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളിൽ ഇത് കാണാം. It is also seen in tribal paintings and poems like Daffodils by Wordsworth. ഗോത്രവർഗ ചിത്രങ്ങളിലും വേർഡ്സ്വർത്തിന്റെ ഡാഫോഡിൽസ് പോലുള്ള കവിതകളിലും ഇത് കാണാം. K. What unseasonal quality of the spring creeper does Shakuntala notice? സ്പ്രിംഗ് ക്രീപ്പറിന്റെ ഏത് അസാധാരണ ഗുണമാണ് ശകുന്തള ശ്രദ്ധിക്കുന്നത്? Shakuntala notices that the spring creeper is full of buds even though it is not spring. വസന്തകാലമല്ലാതിരുന്നിട്ടും സ്പ്രിംഗ് ക്രീപ്പർ നിറയെ മൊട്ടുകളുള്ളത് ശകുന്തള ശ്രദ്ധിക്കുന്നു. Let's rewind. 1. Describe the king's change in attitude after meeting the hermits. സന്യാസിമാരെ കണ്ടുമുട്ടിയ ശേഷം രാജാവിന്റെ മനോഭാവത്തിലുണ്ടായ മാറ്റം വിവരിക്കുക. After meeting the hermits, the king changes from a hunter to a kind and gentle man. സന്യാസിമാരെ കണ്ടുമുട്ടിയ ശേഷം രാജാവ് ഒരു വേട്ടക്കാരന് എന്ന നിലയിൽ നിന്നും ദയാലുവും സൗമ്യനുമായ വ്യക്തിയായി മാറി. He becomes respectful toward holy life and shows compassion instead of aggression. അദ്ദേഹം അവരുടെ വിശുദ്ധ ജീവിതത്തോട് ആദരവ് കാണിക്കുകയും ആക്രമണത്തിനു പകരം അനുകമ്പ കാണിക്കുകയും ചെയ്യുന്നു. 2. What would have prompted sage Kamva to leave the hermitage under Shakuntala's supervision? ശകുന്തളയുടെ മേൽനോട്ടത്തിൽ ആശ്രമം വിട്ടുപോകാൻ മഹർഷി കണ്വന് പ്രേരണയായത് എന്തായിരിക്കാം? Sage Kamva trusted Shakuntala's goodness, care, and sense of duty. ശകുന്തളയുടെ നന്മയിലും ശ്രദ്ധയിലും അവളുടെ കർത്തവ്യബോധ്യത്തിലും മഹർഷി കണ്വൻ വിശ്വസിച്ചു. He knew she would welcome guests kindly and look after the hermitage responsibly. അതിഥികളെ അവൾ സ്നേഹത്തോടെ സ്വീകരിക്കുമെന്നും ആശ്രമം ഉത്തരവാദിത്തത്തോടെ നോക്കുമെന്നും അദ്ദേഹത്തിനറിയാമായിരുന്നു. 3. How does the king guess that there is a hermitage in the vicinity? അടുത്ത് ഒരാശ്രമമുണ്ടെന്ന് രാജാവ് എങ്ങനെയാണ് ഊഹിക്കുന്നത്? The king guesses that a hermitage is nearby when he sees peaceful deer, rice grains dropped by parrots, and pounding stones used by hermits. ശാന്തരായ മാനിൻകൂട്ടവും തത്താക് കൊഴിച്ചിട്ട നെൽമണികളും സന്യാസിമാർ ഉപയോഗിക്കുന്ന ആട്ടുകല്ലുകളും കണ്ടപ്പോഴാണ് അടുത്ത് ഒരാശ്രമമുണ്ടെന്ന് രാജാവ് ഊഹിക്കുന്നത്. 4. Father Kamva cares more for the hermitage trees than he does for you, says one of Shakuntala's friends. കണ്വപിതാവിന് നിന്നേക്കാൾ കൂടുതൽ ശ്രദ്ധ ആശ്രമത്തിലെ മരങ്ങളോടാണ് എന്ന് ശകുന്തളയുടെ ഒരു കൂട്ടുകാരി പറയുന്നു. How are the plants and trees treated by the inmates of the hermitage? ആശ്രമവാസികൾ ചെടികളെയും മരങ്ങളെയും എങ്ങനെയാണ് പരിഗണിക്കുന്നത്? Do we try to maintain this attitude toward nature? Explain. പ്രകൃതിയോട് ഈ മനോഭാവം നിലനിർത്താൻ നാം ശ്രമിക്കാറുണ്ടോ? വിശദീകരിക്കുക. The people in the hermitage treat plants and trees with love and care, as living beings. ആശ്രമത്തിലുള്ളവർ ചെടികളെയും മരങ്ങളെയും ജീവനുള്ളതുപോലെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും പരിഗണിക്കുന്നു. Today, many people forget this respect, but we should try to protect and care for nature as they did. ഇന്ന് പലരും ഈ ആദരവ് മറക്കുന്നു, എന്നാൽ അവരെപ്പോലെ നമ്മളും പ്രകൃതിയെ സംരക്ഷിക്കാനും പരിപാലിക്കാനും ശ്രമിക്കണം. 5. Pick out instances from the play that show the harmonious coexistence of all beings. എല്ലാ ജീവികളുടെയും ഐക്യമുള്ള സഹവർത്തിത്വം കാണിക്കുന്ന സന്ദർഭങ്ങൾ ഈ നാടകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതുക. The play shows harmony when the king spares the deer, the hermits protect the animals, and Shakuntala lovingly tends to the trees and creepers. രാജാവ് മാനിനെ വെറുതെ വിടുന്നതും സന്യാസിമാർ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതും ശകുന്തള മരങ്ങളെയും വള്ളികളെയും സ്നേഹത്തോടെ പരിപാലിക്കുന്നതുമായ ഭാഗങ്ങള് പരസ്പര സഹവർത്തിത്വവും ഐക്യവും കാണിക്കുന്നു. Let's recall and recreate. Activity 1. 1. Revisit the extract and identify the words of the characters which express their love of nature and complete the table given. നാടകം വീണ്ടും വായിച്ച് കഥാപാത്രങ്ങളുടെ പ്രകൃതിസ്നേഹം പ്രകടിപ്പിക്കുന്ന വാക്കുകൾ കണ്ടെത്തി തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ആൻസർ. ഒന്നാമത്തെ കഥാപാത്രം ദുഷ്യന്തൻ. അദ്ദേഹം പറയുന്നതെന്താണെന്ന് നോക്കാം. His neck in beauty bends. അതിന്റെ കഴുത്ത് ആകർഷകമായി വളയുന്നു. As backward looks he sends. തിരിഞ്ഞു നോക്കുമ്പോൾ. The attractive appearance of the deer. മാനിന്റെ ആകർഷകമായ രൂപം കാണുന്നതാണ് സന്ദർഭം. How beautiful is this hermitage, adorned with deer and trees. മാനിനാലും മരങ്ങളാലും അലങ്കൃതമായ ഈ ആശ്രമം എത്ര മനോഹരമാണ്. The surroundings of the hermitage. ആശ്രമത്തിന്റെ ചുറ്റുപാടുകൾ കാണുമ്പോഴാണ് ഇത് പറയുന്നത്. അടുത്ത കഥാപാത്രം ഹെർമിറ്റ്സ്, സന്യാസിമാർ. ഡയലോഗ് വായിക്കാം. O king, this deer belongs to the hermitage and must not be killed. ഓ രാജാവേ, ഈ മാൻ ആശ്രമത്തിലെ അംഗമാണ്, ഇതിനെ കൊല്ലരുത്. The hermits love and care for all living beings.
എല്ലാ ജീവജാലങ്ങളോടുമുള്ള സന്യാസിമാരുടെ സ്നേഹവും കരുതലുമാണ് ഈ ഡയലോഗ് കാണിക്കുന്നത്. We tend and protect these creatures as our own children. ഞങ്ങൾ ഈ ജീവികളെ ഞങ്ങളുടെ സ്വന്തം കുട്ടികളെപ്പോലെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. Context. Their peaceful and non-violent way of life. അവരുടെ ശാന്തവും അഹിംസാത്മകവുമായ ജീവിതരീതിയെക്കുറിച്ചു പറയുന്നതാണ് സന്ദർഭം. അടുത്ത കഥാപാത്രം ശകുന്തള. Be gentle, my dear friends, and don't break the tender shoots. എന്റെ പ്രിയ കൂട്ടുകാരെ, സൗമ്യരാകുക, ഈ മൃദുവായ തളിരുകൾ ഒടിക്കരുത്. Her sisterly affection for the trees. മരങ്ങളോടുള്ള ശകുന്തളയുടെ സഹോദരീ സ്നേഹമാണ് ഈ വരികൾ കാണിക്കുന്നത്. Oh girls, that mango tree is trying to tell me something with his branches that move in the wind like fingers. ഓ കൂട്ടുകാരെ, കാറ്റിൽ വിരലുകൾ പോലെ ചലിക്കുന്ന തന്റെ ശിഖരങ്ങൾ കൊണ്ട് ആ മാവ് എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. Her care and tenderness towards nature. പ്രകൃതിയോടുള്ള അവളുടെ ശ്രദ്ധയും വാത്സല്യവും ഈ വരികളിലുണ്ട്. I shall miss you, my dear trees, when I go to my husband's house. ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മരങ്ങളെ, നിങ്ങളെ ഞാൻ മിസ് ചെയ്യും. The image of the young jasmine vine and the strong mango tree. മുല്ലവള്ളിയുടെയും ശക്തനായ മാവിന്റെയും പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ പറയുന്നത്. അടുത്ത കഥാപാത്രം അനസൂയ. It seems to me, dear, that Father Kamva cares more for the hermitage trees than he does for you. പ്രിയപ്പെട്ടവളെ, കണ്വപിതാവിന് നിന്നേക്കാൾ കൂടുതൽ ശ്രദ്ധ ആശ്രമത്തിലെ മരങ്ങളോടാണെന്ന് എനിക്ക് തോന്നുന്നു. You are delicate as a jasmine blossom. Yet he tells you to fill the trenches about the trees. നീ മുല്ലപ്പൂ പോലെ ലോലയാണ്, എന്നിട്ടും അദ്ദേഹം നിന്നോട് മരങ്ങൾക്ക് ചുറ്റുമുള്ള ചാലുകളിൽ വെള്ളം നിറക്കാൻ പറയുന്നു. Her admiration for Shakuntala's closeness to nature. പ്രകൃതിയോടുള്ള ശകുന്തളയുടെ അടുപ്പത്തോടുള്ള അവളുടെ ആരാധനയാണ് അവൾ സൂചിപ്പിക്കുന്നത്. Oh Shakuntala, here is the jasmine vine that you named Light of the Grove. She has chosen the mango tree as her husband. ഓ ശകുന്തള, നീ തോട്ടത്തിന്റെ ദീപമെന്ന് പേരിട്ട മുല്ലവള്ളി ഇതാ. അവൾ മാവിനെ തന്റെ ഭർത്താവായി തിരഞ്ഞെടുത്തു. Her playful comparison of the jasmine and mango trees to Shakuntala and her future husband. മുല്ലയെയും മാവിനെയും ശകുന്തളയോടും അവളുടെ ഭാവി ഭർത്താവിനോടുമുള്ള അവളുടെ തമാശരൂപേണയുള്ള താരതമ്യമാണ് ഈ വരികളിലുള്ളത്. അഞ്ചാമത്തെ കഥാപാത്രം പ്രിയംവദ. Now let's sprinkle those whose flowering time is past. ഇപ്പോൾ പൂക്കാലം കഴിഞ്ഞവയ്ക്ക് നമുക്ക് വെള്ളം തളിക്കാം. That will be a better deed, because we shall not be working for a reward. അതൊരു ഉത്തമമായ പ്രവൃത്തിയായിരിക്കും, കാരണം നമ്മൾ ഒരു പ്രതിഫലത്തിനുവേണ്ടി പ്രവർത്തിക്കുകയായിരിക്കില്ല. Her appreciation for Shakuntala's loving nature. ശകുന്തളയുടെ സ്നേഹനിർഭരമായ സ്വഭാവത്തോടുള്ള അവളുടെ അഭിനന്ദനമാണിത്. See how lovingly she tends the plants as if they were her sisters. അവൾ ചെടികളെ സ്വന്തം സഹോദരിമാരെപ്പോലെ എത്ര സ്നേഹത്തോടെയാണ് പരിപാലിക്കുന്നത് എന്ന് നോക്കൂ. Shakuntala looking like a jasmine vine. മുല്ലവള്ളികൾക്കിടയില് മറ്റൊരു മുല്ലവള്ളി പോലെ കാണപ്പെടുന്ന ശകുന്തളയെ നോക്കിയാണ് പ്രിയംവദ ഇങ്ങനെ പറയുന്നത്. 2. King Dushyanta is a fearless warrior. ദുഷ്യന്തൻ ധൈര്യശാലിയായ ഒരു യോദ്ധാവാണ്. He has many other qualities also. അദ്ദേഹത്തിന് മറ്റ് നിരവധി ഗുണങ്ങളുമുണ്ട്. List instances from the play that reveal his traits of character. അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വെളിപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ നാടകത്തിൽ നിന്ന് പട്ടികപ്പെടുത്തുക. Instances and character traits from the play. നാടകത്തിലെ സന്ദർഭങ്ങളും സ്വഭാവ സവിശേഷതകളും. And even now, his neck in beauty bends. ഇപ്പോഴും അവന്റെ കഴുത്ത് സൗന്ദര്യപൂർവ്വം വളയുന്നു. He appreciates beauty. സൗന്ദര്യാസ്വാദനമാണ് ഈ വരികളിലുള്ളത്. B. The path he takes is strewed with blades of grass half chewed. അവൻ പോകുന്ന വഴിയിൽ പകുതി ചവച്ച പുല്ലുകൾ ചിതറിക്കിടക്കുന്നു. Observant and sensitive. നിരീക്ഷണപാടവവും സംവേദനക്ഷമതയുമാണ് ഇതു കാണിക്കുന്നത്. See, the hermits deserve my protection. I must not harm their peace. സന്യാസിമാർ എന്റെ സംരക്ഷണം അർഹിക്കുന്നു. അവരുടെ ശാന്തതയ്ക്ക് ഞാൻ ദോഷം വരുത്തരുത്. ഇത് അദ്ദേഹത്തിന്റെ വിനയം, ഹ്യൂമിലിറ്റി, കാണിക്കുന്നു. D. Do you not see? Why, here are rice grains dropped from the bills of parrot chicks. നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെ തത്തക്കുഞ്ഞുങ്ങളുടെ കൊക്കുകളിൽ നിന്ന് അരിമണികൾ വീണിരിക്കുന്നു. Awareness of harmony in nature. പ്രകൃതിയിലെ ഐക്യത്തെക്കുറിച്ചുള്ള ബോധം ഈ വാക്കുകളിലുണ്ട്. I shall lay aside my bow before entering the hermitage. ആശ്രമത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപ് ഞാൻ എന്റെ വില്ല് മാറ്റിവെക്കും. സന്യാസിമാരോടും പുണ്യസ്ഥലങ്ങളോടും ആദരവ്, respectful towards sages and sacred places, ഈ വാക്കുകളെ സൂചിപ്പിക്കുന്നു. F. How peaceful is this hermitage, where every creature lives without fear.
ഓരോ ജീവിയും ഭയമില്ലാതെ ജീവിക്കുന്ന ഈ ആശ്രമം എത്ര ശാന്തമാണ്. അദ്ദേഹത്തിന്റെ അനുകമ്പയും സൗമ്യതയും, കമ്പാഷനറ്റ് ആൻഡ് ജെന്റിൽ, ഇതു കാണിക്കുന്നു. നൗ ഡെവലപ്പ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ കിങ്. ഈ സ്വഭാവസവിശേഷതകൾ ഉപയോഗിച്ച് നമുക്ക് ദുഷ്യന്തന്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം. ദുഷ്യന്ത. കിങ് ദുഷ്യന്ത is a brave warrior who is also gentle and kind-hearted. ദുഷ്യന്ത രാജാവ് ഒരു ധീരനായ യോദ്ധാവാണ്, അതോടൊപ്പം സൗമ്യനും ദയയുള്ളവനുമാണ്. He appreciates beauty and is deeply moved by the charm of nature. അദ്ദേഹം സൗന്ദര്യത്തെ വിലമതിക്കുകയും പ്രകൃതിയുടെ ആകർഷണീയതയിൽ അഗാധമായി ലയിക്കുകയും ചെയ്യുന്നു. His observant nature enables him to notice even the smallest details, such as the chewed grass and rice grains on the forest path. അദ്ദേഹത്തിന്റെ നിരീക്ഷണപാടവം, ചവച്ച പുല്ലുകൾ, കാട്ടുവഴിയിലെ നെല്ലരിമണികൾ തുടങ്ങിയ ചെറിയ വിശദാംശങ്ങൾ പോലും ശ്രദ്ധിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നു. Though powerful, he is humble and respectful towards sages and sacred places, showing his good manners and wisdom. ശക്തനാണെങ്കിലും അദ്ദേഹം വിനയമുള്ളവനും സന്യാസിമാരോടും പുണ്യസ്ഥലങ്ങളോടും ആദരവുള്ളവനുമാണ്. ഇത് അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവവും വിവേകവും കാണിക്കുന്നു. His compassion is seen in the way he admires the peaceful life of the hermits and protects innocent creatures. സന്യാസിമാരുടെ ശാന്തമായ ജീവിതത്തെ അദ്ദേഹം അഭിനന്ദിക്കുന്നതിലും നിരപരാധികളായ ജീവികളെ സംരക്ഷിക്കുന്നതിലും അദ്ദേഹത്തിന്റെ അനുകമ്പ കാണാം. Thus, Dushyanta is portrayed as an ideal king, brave, noble, sensitive, and full of respect for all living beings. അങ്ങനെ ദുഷ്യന്തൻ ധീരനും കുലീനനും സംവേദനക്ഷമതയുള്ളവനും എല്ലാ ജീവജാലങ്ങളോടും ആദരവുള്ളവനുമായ ഒരു മാതൃകാ രാജാവായി ചിത്രീകരിക്കപ്പെടുന്നു. ഇനി ഇതേ ക്യാരക്ടർ സ്കെച്ചിന്റെ ഒരു ചെറിയ രൂപം കൂടി വായിക്കൂ. ചെറുതു മതിയെങ്കിലേ ഇതുപയോഗിക്കാം. King Dushyanta is a brave and noble ruler who is gentle and kind at heart. ദുഷ്യന്ത രാജാവ് ധീരനും കുലീനനുമായ ഭരണാധികാരിയാണ്. ഹൃദയത്തിൽ സൗമ്യനും ദയയുള്ളവനുമാണ്. He loves nature and notices even small details around him. അദ്ദേഹം പ്രകൃതിയെ സ്നേഹിക്കുകയും ചുറ്റുമുള്ള ചെറിയ വിശദാംശങ്ങൾ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. Though powerful, he is humble and respects the sages and their peaceful life. ശക്തനാണെങ്കിലും അദ്ദേഹം വിനയമുള്ളവനും സന്യാസിമാരെയും അവരുടെ ശാന്തമായ ജീവിതത്തെയും ആദരിക്കുന്നവനുമാണ്. His compassion for all living beings and his sense of beauty make him an ideal and admirable king. എല്ലാ ജീവജാലങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ അനുകമ്പയും സൗന്ദര്യബോധവും അദ്ദേഹത്തെ മാതൃകാപരമായ ഒരു രാജാവാക്കുന്നു. 3. As part of a student exchange program, you engage in a session on theatre with a group of class 10 learners from your neighboring state. ഒരു വിദ്യാർത്ഥി കൈമാറ്റ പരിപാടിയുടെ ഭാഗമായി നിങ്ങളുടെ അയൽ സംസ്ഥാനത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുമായി നാടകത്തെക്കുറിച്ചുള്ള ഒരു സെഷനിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെന്നു കരുതുക. Prepare an introduction to Shakuntalam for their benefit. അവർക്കായി ശാകുന്തളത്തിനെക്കുറിച്ച് ഒരാമുഖം തയ്യാറാക്കുക. ശാകുന്തളത്തെ അവർക്ക് പരിചയപ്പെടുത്തുക. You may highlight the theatrical techniques, the setting, characters and sequence of events. നാടകസംബന്ധമായ ടെക്നിക്കുകള്, പശ്ചാത്തലം, കഥാപാത്രങ്ങൾ, കഥയിലെ വിവിധ സംഭവങ്ങളുടെ ക്രമം എന്നിവ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. Answer. Introduction to Shakuntalam. Dear friends, today, I am happy to introduce you to Shakuntalam, one of the greatest Sanskrit plays written by the ancient poet Kalidasa. പുരാതന കവി കാളിദാസൻ എഴുതിയ ഏറ്റവും മഹത്തായ സംസ്കൃത നാടകങ്ങളിലൊന്നായ ശാകുന്തളത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. It is a beautiful love story filled with emotion, nature and moral values. വികാരങ്ങളും പ്രകൃതിഭംഗിയും ധാർമ്മികതയും തുളുമ്പി നിൽക്കുന്ന ഒരു സുന്ദരമായ പ്രണയകഥയാണിത്. The play tells the story of King Dushyanta and Shakuntala, the daughter of a sage, who live in two very different worlds, the royal palace and the peaceful forest hermitage. രാജകൊട്ടാരം, ശാന്തമായ വനത്തിലെ ആശ്രമം എന്നിങ്ങനെ വളരെ വ്യത്യസ്തമായ രണ്ട് ലോകങ്ങളിൽ ജീവിക്കുന്ന ദുഷ്യന്തൻ രാജാവിന്റെയും ഒരു മഹർഷിയുടെ മകളായ ശകുന്തളയുടെയും കഥയാണ് ഈ നാടകം പറയുന്നത്. Their love begins when the king visits the hermitage during a hunt. ഒരു വേട്ടക്കിടെ രാജാവ് ആശ്രമത്തിലെത്തുമ്പോഴാണ് അവരുടെ പ്രണയം തുടങ്ങുന്നത്. They marry in secret, but fate separates them when a curse makes the king forget her. അവർ രഹസ്യമായി വിവാഹം കഴിക്കുന്നു, പക്ഷേ ഒരു ശാപം കാരണം രാജാവ് അവളെ മറന്നുകളയുമ്പോൾ വിധി അവരെ വേർപിരിക്കുന്നു. Later, when he regains his memory, they are joyfully reunited. പിന്നീട് രാജാവിന് ഓർമ്മ തിരിച്ചുകിട്ടുമ്പോൾ അവർ സന്തോഷത്തോടെ ഒരുമിക്കുന്നു. Kalidasa uses rich theatrical techniques such as graceful dialogue, poetic language, music,
and expressive gestures to bring out emotions like love, sorrow, and wonder. സ്നേഹം, ദുഃഖം, വിസ്മയം തുടങ്ങിയ വികാരങ്ങൾ ആവിഷ്കരിക്കാന് കാളിദാസൻ മനോഹരമായ സംഭാഷണങ്ങൾ, കാവ്യാത്മകമായ ഭാഷ, സംഗീതം, ഭാവപ്രകടനങ്ങൾ തുടങ്ങിയ നാടകസങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു. The setting shifts beautifully from the calm forest, full of birds and trees, to the grand royal court. പക്ഷികളും മരങ്ങളും നിറഞ്ഞ ശാന്തമായ വനത്തിൽ നിന്നും ഗംഭീരമായ രാജകൊട്ടാരത്തിലേക്ക് പശ്ചാത്തലം മനോഹരമായി മാറുന്നു. The characters Dushyanta, Shakuntala, her friends Ansuya and Priyamvada, and sage Kamva all add depth and charm to the story. ദുഷ്യന്തൻ, ശകുന്തള, അവളുടെ കൂട്ടുകാരികളായ അനസൂയ, പ്രിയംവദ, മഹർഷി കണ്വൻ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം കഥയ്ക്ക് ആഴവും ആകർഷണീയതയും നൽകുന്നു. Each scene moves smoothly, showing the journey from love to separation and finally to reunion. ഓരോ രംഗവും സുഗമമായി നീങ്ങുന്നു, പ്രണയം മുതൽ വേർപിരിയൽ വരെയും ഒടുവിൽ പുനഃസമാഗമം വരെയുമുള്ള യാത്ര കാണിക്കുന്നു. Shakuntalam is not just a story, it is a perfect blend of romance, nature, and spirituality, showing how goodness and true love triumph in the end. ശാകുന്തളം ഒരു കഥ മാത്രമല്ല. അത് പ്രണയം, പ്രകൃതി, ആത്മീയത എന്നിവയുടെ തികഞ്ഞൊരു സംയോജനമാണ്. നന്മയും യഥാർത്ഥ സ്നേഹവും എങ്ങനെ അവസാനം വിജയിക്കുന്നു എന്നിത് കാണിക്കുന്നു. 4. Inspired by the blissful coexistence with nature displayed by the characters in the play Shakuntalam, a group of nature lovers set up an ecotourism project. ശാകുന്തളം നാടകത്തിലെ കഥാപാത്രങ്ങൾ പ്രകൃതിയുമായി കാണിക്കുന്ന സന്തോഷകരമായ സഹവർത്തിത്വത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരു കൂട്ടം പ്രകൃതി സ്നേഹികൾ ഒരു ഇക്കോടൂറിസം പദ്ധതി ആരംഭിച്ചു. Many tourists visit the ecotourism project. Keep noise levels low to avoid disturbing animals. മൃഗങ്ങൾക്ക് ശല്യമാവാതിരിക്കാൻ ശബ്ദം കുറയ്ക്കുക. Use dustbins and follow recycling rules. ചവറ്റുവീപ്പകൾ ഉപയോഗിക്കുകയും പുനരുപയോഗ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുക. Respect the peace and beauty of nature. പ്രകൃതിയുടെ ശാന്തതയെയും സൗന്ദര്യത്തെയും ആദരിക്കുക. Entries are invited for the content of a blog on your ecotourism project. നിങ്ങളുടെ ഇക്കോടൂറിസം പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ബ്ലോഗിന്റെ ഉള്ളടക്കത്തിനായി എൻട്രികൾ ക്ഷണിക്കുന്നു. Develop the content for the blog. ബ്ലോഗിന്റെ ഉള്ളടക്കം ഡെവലപ്പ് ചെയ്യുക. A blog is a website or web page maintained by an individual or group. ഒരു ബ്ലോഗ് എന്നത് ഒരു വ്യക്തിയോ ഗ്രൂപ്പോ പരിപാലിക്കുന്ന ഒരു വെബ്സൈറ്റോ വെബ് പേജോ ആണ്. The content is usually informal and updated regularly. ഉള്ളടക്കം സാധാരണയായി അനൗപചാരികവും പതിവായി അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ്. What are the features of a blog? ഒരു ബ്ലോഗിന്റെ സവിശേഷതകളെന്തൊക്കെയാണ്? An attractive template. ആകർഷകമായ ഒരു ടെംപ്ലേറ്റ് വേണം. Easy navigation. എളുപ്പമുള്ള നാവിഗേഷൻ സൗകര്യമുണ്ടാകണം. Catchy title and subheadings. ആകർഷകമായ തലക്കെട്ടും സബ് ഹെഡിങ്ങുകളും വേണം. Cogent presentation of the content. ഉള്ളടക്കം യുക്തിസഹമായി അവതരിപ്പിക്കണം. Space for comments. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സൗകര്യം നൽകണം. Use of images, videos, and links for better engagement. മികച്ച ജനപങ്കാളിത്തത്തിനായി ചിത്രങ്ങൾ, വീഡിയോകൾ, ലിങ്കുകൾ എന്നിവ നൽകണം. See now, discuss in groups and develop the content of the blog on the ecotourism project. ഇനി ഗ്രൂപ്പുകളായി ചർച്ച ചെയ്ത് ഇക്കോടൂറിസം പദ്ധതിയെക്കുറിച്ചുള്ള ബ്ലോഗിന്റെ ഉള്ളടക്കം വികസിപ്പിക്കുക. Answer. Woodland wonders where nature and humanity breathe together. വുഡ്ലാൻഡ് വണ്ടേഴ്സ് പ്രകൃതിയും മനുഷ്യനും ഒന്നായി ശ്വസിക്കുന്നിടം. Welcome to Woodland Wonders, an eco-friendly escape inspired by the harmony with nature shown in Shakuntalam. ശാകുന്തളത്തിലെ പ്രകൃതിയുമായുള്ള ഐക്യബോധത്തിൽ നിന്നും പ്രചോദനമുൾക്കൊണ്ട ഒരു പരിസ്ഥിതി സൗഹൃദ രക്ഷാകേന്ദ്രമാണ് വുഡ്ലാൻഡ് വണ്ടേഴ്സ്. Our ecotourism project invites you to experience the calm and beauty of the natural world, where every tree and creature lives in peaceful coexistence. ഞങ്ങളുടെ ഇക്കോടൂറിസം പദ്ധതി, മരങ്ങളും ജീവജാലങ്ങളും സമാധാനത്തോടെ സഹവസിക്കുന്ന പ്രകൃതിയുടെ ശാന്തതയും സൗന്ദര്യവും അനുഭവിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. Here, you can stroll along forest paths, watch colorful birds, and enjoy the soothing sounds of flowing streams. ഇവിടെ നിങ്ങൾക്ക് വനപാതകളിലൂടെ നടക്കാനും വിവിധ നിറങ്ങളിലുള്ള പക്ഷികളെ നിരീക്ഷിക്കാനും ഒഴുകുന്ന അരുവികളുടെ ശാന്തമായ ശബ്ദം ആസ്വദിക്കാനും കഴിയും. Our cottages are built using eco-friendly materials, and solar power lights up the entire area. ഞങ്ങളുടെ കോട്ടേജുകൾ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടം മുഴുവന് പ്രകാശിപ്പിക്കുന്നത് സൗരോർജ്ജമാണ്. Visitors are encouraged to live gently, avoid littering, keep noise low, and respect the plants and animals around you.
ഇവിടം സഞ്ചാരികളെ സൗമ്യമായി ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ദയവായി മാലിന്യം വലിച്ചെറിയാതിരിക്കുക, ശബ്ദം കുറയ്ക്കുക, ചുറ്റുമുള്ള സസ്യങ്ങളെയും മൃഗങ്ങളെയും ബഹുമാനിക്കുക. You can also join us in tree planting, organic farming, and guided nature walks to learn more about preserving our environment. ഞങ്ങളുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൃക്ഷത്തൈ നടീൽ, ജൈവ കൃഷി, ഗൈഡഡ് നേച്ചർ വാക്ക് എന്നിവയിലും ചേരാവുന്നതാണ്. At Woodland Wonders, we believe that caring for nature brings true happiness. വുഡ്ലാൻഡ് വണ്ടേഴ്സിൽ പ്രകൃതിയെ പരിപാലിക്കുന്നത് യഥാർത്ഥ സന്തോഷം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Come, breathe in the freshness of the forest and rediscover the joy of living in harmony with the earth. വനത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാനും ഭൂമിയുമായി ഇണങ്ങി ജീവിക്കുന്നതിന്റെ സന്തോഷം അനുഭവിച്ചറിയാനും ഇവിടേക്ക് വരൂ. Share your thoughts below. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പങ്കിടുക. Tell us how you felt about your visit or suggest new ways to make Woodland Wonders even greener. നിങ്ങളുടെ സന്ദർശനത്തെക്കുറിച്ച് എന്തു തോന്നിയെന്ന് ഞങ്ങളോട് പറയുക, അല്ലെങ്കിൽ വുഡ്ലാൻഡ് വണ്ടേഴ്സിനെ കൂടുതൽ ഹരിതാപമാക്കാൻ പുതിയ വഴികൾ നിർദ്ദേശിക്കുക. 5. Given below is the image of the mango tree embraced by the jasmine vine. Pick the lines from the play that describe the scene. മാവിനെ ആശ്ലേഷിക്കുന്ന മുല്ലവള്ളിയുടെ ചിത്രമാണ് താഴെ നൽകിയിരിക്കുന്നത്. രംഗം വിവരിക്കുന്ന നാടകത്തിലെ വരികൾ തിരഞ്ഞെടുക്കുക. Lines from the extract describing the tree and the jasmine vine. മരത്തെയും മുല്ലവള്ളിയെയും വിവരിക്കുന്ന ഭാഗത്തുനിന്നുള്ള വരികൾ. O Shakuntala, here is the jasmine vine that you named Light of the Grove. ഓ ശകുന്തള, നീ ലൈറ്റ് ഓഫ് ദി ഗ്രോവ് എന്ന് പേരിട്ട മുല്ലവള്ളി ഇതാ. She has chosen the mango tree as her husband. അവൾ മാവിനെ തന്റെ ഭർത്താവായി തിരഞ്ഞെടുത്തു. What a pretty pair they make. എന്തൊരു സുന്ദരമായ ജോഡിയാണിവർ. The jasmine shows her youth in her fresh flowers, and the mango tree shows his strength in his ripening fruit. മുല്ല തന്റെ പുതിയ പൂക്കളിൽ യൗവനം കാണിക്കുന്നു, മാവ് തന്റെ പാകമായ കായ്കളിൽ ശക്തി കാണിക്കുന്നു. Now, prepare a description of the scene in your words. ഇനി, ഈ രംഗത്തെക്കുറിച്ച് നിങ്ങളുടെ വാക്കുകളിൽ ഒരു വിവരണം തയ്യാറാക്കുക. The scene shows a mango tree and a jasmine vine growing together, forming a beautiful pair. രംഗം, ഒരു മാവും ഒരു മുല്ലവള്ളിയും ഒരുമിച്ച് വളരുന്നത് കാണിക്കുന്നു, അവ ഒരു മനോഹരമായ ജോഡിയായി മാറുന്നു. The jasmine vine wraps around the mango tree like it is married to it. മുല്ലവള്ളി മാവിനെ വിവാഹം കഴിച്ചതുപോലെ അതിനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. Shakuntala admires them, noticing the vine's delicate flowers and the tree's strong fruits. വള്ളിയുടെ ലോലമായ പൂക്കളും മരത്തിലെ കായ്കളും ശ്രദ്ധിച്ച് ശകുന്തള അവയെ അഭിനന്ദിക്കുന്നു. It is a picture of harmony and beauty in nature. ഇത് പ്രകൃതിയിലെ ഐക്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഒരു ചിത്രമാണ്. 6. You plan to make a short video based on scenes from the play Shakuntalam. ശാകുന്തളം നാടകത്തിലെ രംഗങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഹ്രസ്വ വീഡിയോ നിർമ്മിക്കാൻ നിങ്ങൾ പദ്ധതിയിടുന്നുവെന്ന് കരുതുക. Prepare a storyboard for the video. വീഡിയോക്കായി ഒരു സ്റ്റോറിബോർഡ് തയ്യാറാക്കുക. A storyboard is an outline of the shots and frames of a video. ഒരു സ്റ്റോറിബോർഡ് എന്നത് ഒരു വീഡിയോയുടെ ഷോട്ടുകളുടെയും ഫ്രെയിമുകളുടെയും ഒരു രൂപരേഖയാണ്. It includes a series of images, frames, that represent each shot of the story. ഇതിൽ കഥയിലെ ഓരോ ഷോട്ടിനെയും പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങളുടെ അതായത് ഫ്രെയിമുകളുടെ ഒരു സീരീസ് ഉൾപ്പെടുന്നു. ശാകുന്തളത്തിലെ തേനീച്ചകളുടെ ആക്രമണം എന്ന രംഗത്തിന്റെ സ്റ്റോറിബോർഡ് സാമ്പിളായി നൽകിയിരിക്കുന്നത് വായിച്ചു മനസ്സിലാക്കുക. Now, list the features of a storyboard that you have identified. ഒരു സ്റ്റോറിബോർഡിന്റെ സവിശേഷതകളെന്തൊക്കെയാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അവ പട്ടികപ്പെടുത്തുക. Features of a storyboard. സ്റ്റോറിബോർഡിന്റെ സവിശേഷതകൾ. Sketches, simple drawings portraying what should appear on the screen. സ്ക്രീനിൽ എന്താണ് ദൃശ്യമാകേണ്ടതെന്ന് ചിത്രീകരിക്കുന്ന ലളിതമായ വരകൾ ഒരു സ്റ്റോറി ബോർഡിലുണ്ടാകും. Camera shots, types of shots like wide shot, medium shot, close-up, showing how the scene is captured. ക്യാമറ ഷോട്ടുകൾ, വൈഡ് ഷോട്ട്, മീഡിയം ഷോട്ട്, ക്ലോസ് അപ്പ് തുടങ്ങിയ ഷോട്ടുകളുടെ തരം, രംഗം എങ്ങനെയാണ് പകർത്തിയിരിക്കുന്നത് എന്നിവ കാണിക്കുന്നു. Background score, sound effects, music or sounds that match the mood or action in the scene. പശ്ചാത്തല സംഗീതവും സൗണ്ട് ഇഫക്റ്റുകളും. രംഗത്തിലെ മാനസികാവസ്ഥയ്ക്കും പ്രവർത്തനത്തിനും യോജിക്കുന്ന സംഗീതവും ശബ്ദങ്ങളും. Action, dialogue notes, description of what the characters do or say in each frame. പ്രവർത്തനം, സംഭാഷണ കുറിപ്പുകൾ. ഓരോ ഫ്രെയിമിലും കഥാപാത്രങ്ങൾ എന്തു ചെയ്യുന്നു അല്ലെങ്കിൽ എന്തു പറയുന്നു എന്നതിന്റെ വിവരണം. Revisit the play Shakuntalam and identify the scenes to be made into short videos, each of 2 minutes duration.
ശാകുന്തളം നാടകം വീണ്ടും വായിച്ച് 2 മിനിറ്റ് വീതം ദൈർഘ്യമുള്ള ഹ്രസ്വ വീഡിയോകളാക്കി മാറ്റാവുന്ന രംഗങ്ങൾ തിരിച്ചറിയുക. ആൻസർ. കിങ് ദുഷ്യന്താസ് ഹണ്ട് ബീങ് സ്റ്റോപ്ഡ് ബൈ ദ ഹെർമിറ്റ്സ്. ദുഷ്യന്തൻ രാജാവിന്റെ വേട്ട സന്യാസിമാർ തടയുന്നു. ദ കോൺവെർസേഷൻ വിത്ത് ദ ചാരിയറ്റിയർ. സാരഥിയുമായുള്ള സംഭാഷണം. ശകുന്തള വാട്ടറിംഗ് ദ മാംഗോ ട്രീ ആൻഡ് ജാസ്മിൻ വൈൻ. ശകുന്തള മാവിനും മുല്ലവള്ളിക്കും വെള്ളം നൽകുന്നു. ശകുന്തള അഡ്മയറിംഗ് ദ സ്പ്രിംഗ് ക്രീപ്പർ വിത്ത് ഹർ ഫ്രണ്ട്സ്. ശകുന്തളയും കൂട്ടുകാരികളും സ്പ്രിംഗ് ക്രീപ്പറിനെ പ്രശംസിക്കുന്നു. ദ ബീ അറ്റാക്കിംഗ് ശകുന്തള ആൻഡ് ഹർ കോളിംഗ് ഫോർ ദുഷ്യന്താസ് ഹെൽപ്പ്. തേനീച്ച ശകുന്തളയെ ആക്രമിക്കുന്നതും ദുഷ്യന്തന്റെ സഹായത്തിനായി വിളിക്കുന്നതും. ഇവയെല്ലാം ഷോർട്ട് വീഡിയോക്ക് അനുയോജ്യമായ രംഗങ്ങളാണ്. Now, form groups and develop a storyboard for the selected scene. ഇനി, ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിങ്ങൾ തിരഞ്ഞെടുത്ത രംഗത്തിനു വേണ്ട സ്റ്റോറിബോർഡ് തയ്യാറാക്കുക. Your teacher will help you. ഇതിൽ നിങ്ങളുടെ അധ്യാപകൻ സഹായിക്കും. Present the storyboard in class, create short videos and upload them to your school blog or to a social media platform. ക്ലാസ്സിൽ സ്റ്റോറിബോർഡ് അവതരിപ്പിക്കുക. ഹ്രസ്വ വീഡിയോകൾ നിർമ്മിക്കുകയും നിങ്ങളുടെ സ്കൂൾ ബ്ലോഗിലേക്കോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. ഇവിടെ 5 സ്റ്റോറിബോർഡുകൾ നൽകുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തെഴുതാം. 1. കിങ് ദുഷ്യന്താസ് ഹണ്ട് ബീങ് സ്റ്റോപ്ഡ് ബൈ ദ ഹെർമിറ്റ്സ്. ദുഷ്യന്തൻ രാജാവിന്റെ വേട്ട സന്യാസിമാർ തടയുന്നു. മീഡിയം ഷോട്ട്. കിങ് ദുഷ്യന്ത ചേസിംഗ് ദ സ്പോട്ടഡ് ഡിയർ ഇൻ ഹിസ് ചാരിയറ്റ്, ബോ ആൻഡ് ആരോ റെഡി. ദുഷ്യന്തൻ രാജാവ് തന്റെ രഥത്തിൽ വില്ലു കുലച്ച് ഒരു പുള്ളിമാനെ പിന്തുടരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഫാസ്റ്റ് പേസ്ഡ്, സസ്പെൻസ്ഫുൾ മ്യൂസിക്. വേഗത്തിലുള്ള, ആകാംക്ഷാഭരിതമായ സംഗീതം. മീഡിയം ഷോട്ട്. ഹെർമിറ്റ്സ് അപ്പിയറിംഗ് സഡൻലി ടു സ്റ്റോപ്പ് ദ കിങ്, റേസിംഗ് ദെയർ ഹാൻഡ്സ്. സന്യാസിമാർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് കൈകൾ ഉയർത്തി രാജാവിനെ തടയുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ. സഡൻ, സോഫ്റ്റ് കാമിംഗ് മ്യൂസിക്. പശ്ചാത്തല സംഗീതം, പെട്ടെന്നുള്ള, സാന്ദ്രമധുരമായ സംഗീതം. ക്ലോസ് അപ്പ് ഷോട്ട്. കിങ് ലോവറിംഗ് ഹിസ് ബോ ആൻഡ് ബൗയിങ് ടു ദ ഹെർമിറ്റ്സ്, ഷോയിങ് റെസ്പെക്ട്. രാജാവ് വില്ല് താഴ്ത്തി, ബഹുമാനം പ്രകടിപ്പിച്ച് സന്യാസിമാരെ വണങ്ങുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പീസ്ഫുൾ, റെവറന്റ് മ്യൂസിക്. 2. ദ കോൺവെർസേഷൻ വിത്ത് ദ ചാരിയറ്റിയർ. സാരഥിയുമായുള്ള സംഭാഷണം. മീഡിയം ഷോട്ട്. കിങ് ആൻഡ് ചാരിയറ്റിയർ റൈഡിംഗ് ത്രൂ ദ ഫോറസ്റ്റ്, ഒബ്സർവിംഗ് ദ ഡിയർ ആൻഡ് ദ സറൗണ്ടിംഗ്സ്. രാജാവും സാരഥിയും മാനിനെയും ചുറ്റുപാടുകളെയും നിരീക്ഷിച്ചുകൊണ്ട് കാട്ടിലൂടെ യാത്ര ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ. കാം, ജെന്റിൽ ഫോറസ്റ്റ് സൗണ്ട്സ്. ശാന്തവും സൗമ്യവുമായ വനശബ്ദങ്ങൾ. ക്ലോസ് അപ്പ് ഷോട്ട്. ചാരിയറ്റിയർ എക്സ്പ്ലെയിനിംഗ് ടു ദ കിങ് അബൌട്ട് ദ റഫ് ഗ്രൗണ്ട് ആൻഡ് ദ ഡിയേഴ്സ് ലീഡ്. സാരഥി രാജാവിനോട് കുത്തനെയുള്ള ഭൂമിയെക്കുറിച്ചും മാനിന്റെ വേഗത്തെക്കുറിച്ചും വിശദീകരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ലൈറ്റ്, എക്സ്പ്ലാനറ്ററി ടോൺ. ലഘുവും സ്പഷ്ടവുമായ സ്വരം. മീഡിയം ഷോട്ട്. കിങ് നോഡിംഗ്, ഡിസൈഡിംഗ് ടു കണ്ടിന്യൂ ദ ചേസ് കെയർഫുള്ളി. ശ്രദ്ധയോടെ പിന്തുടരാൻ തീരുമാനിച്ചുകൊണ്ട് രാജാവ് തലകുലുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ. സട്ടിൽ ടെൻഷൻ മ്യൂസിക്. നേരിയ സമ്മർദ്ദം ദ്യോതിപ്പിക്കുന്ന സംഗീതം. 3. ശകുന്തള വാട്ടറിംഗ് ദ മാംഗോ ട്രീ ആൻഡ് ജാസ്മിൻ വൈൻ. ശകുന്തള മാവിനും മുല്ലവള്ളിക്കും വെള്ളം നൽകുന്നു. മീഡിയം ഷോട്ട്. ശകുന്തള ക്യാരിംഗ് ദ വാട്ടറിംഗ് പോട്ട് ടുവേർഡ്സ് ദ മാംഗോ ട്രീ, ഫ്രണ്ട്സ് ബിഹൈൻഡ് ഹർ. ശകുന്തള വെള്ളം നൽകാനുള്ള പാത്രവുമായി മാവിനടുത്തേക്ക് പോകുന്നു, കൂട്ടുകാരികൾ പിന്നിലുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ. സോഫ്റ്റ്, ചെയർഫുൾ മ്യൂസിക്. മൃദുവായ, സന്തോഷകരമായ സംഗീതം. മീഡിയം ഷോട്ട്. ശകുന്തള പോറിംഗ് വാട്ടർ ഓൺ ദ മാംഗോ ട്രീ ആൻഡ് ജാസ്മിൻ വൈൻ, സ്മൈലിംഗ്. ശകുന്തള മാവിനും മുല്ലവള്ളിക്കും വെള്ളം ഒഴിക്കുന്നു, പുഞ്ചിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ലൈറ്റ്, സൂതിംഗ് മ്യൂസിക്. ലഘുവായ, ആശ്വാസകരമായ സംഗീതം. ക്ലോസ് അപ്പ് ഷോട്ട്. ശകുന്തള ലുക്കിംഗ് അറ്റ് ദ വൈൻ ക്ലിംഗിംഗ് ടു ദ മാംഗോ ട്രീ, അഡ്മയറിംഗ് ദ ബ്യൂട്ടി. ശകുന്തള മാവിൽ പറ്റിപ്പിടിച്ച വള്ളിയെ നോക്കുന്നു, അതിന്റെ സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെടുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ജെന്റിൽ, ഹാർമോണിയസ് മ്യൂസിക്. സൗമ്യമായ ശ്രുതിമധുരമായ സംഗീതം. 4. ശകുന്തള അഡ്മയറിംഗ് ദ സ്പ്രിംഗ് ക്രീപ്പർ വിത്ത് ഹർ ഫ്രണ്ട്സ്. ശകുന്തളയും കൂട്ടുകാരികളും വസന്തവള്ളിയെ പ്രശംസിക്കുന്നു. മീഡിയം SHO. ശകുന്തള ആൻഡ് ഫ്രണ്ട്സ് സ്റ്റാൻഡിംഗ് നിയർ ദ സ്പ്രിംഗ് ക്രീപ്പർ, നോട്ടസിംഗ് ഇറ്റ്സ് ബഡ്സ്. ശകുന്തളയും കൂട്ടുകാരികളും സ്പ്രിംഗ് ക്രീപ്പർ നടുത്തു നിൽക്കുന്നു, അതിന്റെ മൊട്ടുകൾ ശ്രദ്ധിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ. സോഫ്റ്റ്, മാജിക്കൽ മ്യൂസിക്. മൃദുവായ, മാന്ത്രിക സംഗീതം. ക്ലോസ് അപ്പ് ഷോട്ട്. ശകുന്തള പോയിന്റിംഗ് അറ്റ് ദി അൺസീസണൽ ബഡ്സ്, എക്സൈറ്റഡ്ലി ടോക്കിംഗ് ടു പ്രിയംവദ. ശകുന്തള അകാലത്തിലുള്ള മൊട്ടുകൾ ചൂണ്ടി, ആവേശത്തോടെ പ്രിയംവദയോട് സംസാരിക്കുന്നു.
ബാക്ക്ഗ്രൗണ്ട് സ്കോർ cheerful, uplifting മ്യൂസിക് സന്തോഷകരമായ ഉണർവ് നൽകുന്ന സംഗീതം. മീഡിയം ഷോട്ട് ഫ്രണ്ട്സ് ഗ്യാദറിംഗ് അറൌണ്ട് ഷെയറിംഗ് ദ ജോയ് ആൻഡ് സ്മൈലിംഗ് കൂട്ടുകാരികൾ ചുറ്റും കൂടി സന്തോഷം പങ്കുവെച്ച് പുഞ്ചിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ലൈറ്റ് ഹാപ്പി മെലഡി ലഘുവായ സന്തോഷകരമായ ഈണം. 5. ദ ബി അറ്റാക്കിംഗ് ശകുന്തല തേനീച്ച ശകുന്തളയെ ആക്രമിക്കുന്നു. മീഡിയം ഷോട്ട് എ ബി ലീവിംഗ് ദ ജാസ്മിൻ വൈൻ ആൻഡ് ഫ്ലൈയിങ് ടുവേർഡ് ശകുന്തല ഒരു തേനീച്ച മുല്ലവള്ളിയിൽ നിന്ന് ശകുന്തളയുടെ നേരെ പറന്നുവരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബസിംഗ് സൗണ്ട് ടെൻസ് മ്യൂസിക് തേനീച്ച മൂളുന്ന ശബ്ദം പിരിമുറുക്കമുള്ള സംഗീതം. മീഡിയം ഷോട്ട് ശകുന്തള വേവിംഗ് ഹർ ഹാൻഡ്സ് കോളിംഗ് ഫോർ ഹെൽപ്പ് ഫ്രം ഹർ ഫ്രണ്ട്സ് ശകുന്തള കൈകൾ വീശി കൂട്ടുകാരികളുടെ സഹായം തേടുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മൗണ്ടിംഗ് ടെൻഷൻ മ്യൂസിക് വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കമുള്ള സംഗീതം. ക്ലോസ് അപ്പ് ഷോട്ട് അൻസൂയ ബാക്ക് ടു ക്യാമറ ടെലിംഗ് ശകുന്തള ടു കോൾ അപ്പോൺ കിങ് ദുഷ്യന്ത അനസൂയ ക്യാമറയ്ക്ക് പുറകിൽ ദുഷ്യന്തൻ രാജാവിനെ വിളിക്കാൻ ശകുന്തളയോട് പറയുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാം റിലീഫ് മ്യൂസിക് സ്റ്റാർട്ടിംഗ് ശാന്തമായ ആശ്വാസ സംഗീതം തുടങ്ങുന്നു. ഇവയിലെ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തെഴുതിയാലും മതിയാവും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.